മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, സമ്പൂർണ്ണ ജീവചരിത്രം, പൂർണ്ണ പിതൃപരമ്പര, ആധുനിക കാലം വരെ നീണ്ടുനിൽക്കുന്ന സന്താന പരമ്പര, ആഹാരവിശേഷണങ്ങൾ, നിറവർണ്ണങ്ങൾ, പെരുമാറ്റമര്യാദകൾ, സ്വഭാവഗുണങ്ങൾ, സംസാരരീതി, ജീവിതശൈലി, സാമൂഹിക ചുറ്റുപാട്, പോക്കുവരവ്, നടത്തം, ഇരുത്തം, ഉണർച്ച, ഉറക്കം, ശിഷ്യന്മാരുടെ ചരിത്രം, ഭാര്യമാരുടെ ചരിത്രം എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മതലത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇത്തരം ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ കൃത്യമായ മെത്തഡോളജി രൂപപ്പെട്ടു. മുഹമ്മദ് നബിയുടെ വാക്കുകളായ ഹദീസുകൾ രേഖപ്പെടുത്തുന്ന നിവേദക പരമ്പരയുടെ ബലാബലം പരിശോധിക്കുന്ന നിരൂപണ ശാസ്ത്രം രൂപപ്പെട്ടു. ഏറ്റവും സ്വീകാര്യമായ പരമ്പരയിലൂടെ വന്ന ഹദീസുകൾ മാത്രം നിയമനിർമ്മാണങ്ങൾക്ക് ആശ്രയിക്കപ്പെട്ടു. അത്തരം നിവേദക പരമ്പരകളിൽ ഓരോരുത്തരുടെയും വ്യക്തിചരിത്രം രേഖപ്പെടുത്തുകയുണ്ടായി. ഹദീസ് ഉള്ളടക്കങ്ങൾ കൈമാറ്റം ചെയ്ത ജ്ഞാനികളെ സൂക്ഷ്മവും സമഗ്രവുമായി വ്യക്തിനിരൂപണം നടത്തി ക്രോഡീകരിച്ച വിജ്ഞാനശാഖയാണ് അസ്മാഉർ റിജാൽ. ഹദീസുകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയ ഗ്രന്ഥകർത്താവ് പ്രസ്തുത ഹദീസ് വചനങ്ങൾ താൻ ആരിൽ നിന്ന് കേട്ടു, പകർത്തി, അദ്ദേഹം ആരിൽ നിന്ന് കേട്ടു എന്നിങ്ങനെ നബിയിലേക്ക് ചെന്നെത്താവുന്ന നിവേദകരുടെ അഥവാ റാവിയുടെ പരമ്പരയാണ് സനദ്. സനദിൽ ആദ്യം സ്വഹാബികളും പിന്നെ താബിഈകളും ശേഷം അവരുടെ ശിഷ്യപരമ്പരകളുമാണ് ഉണ്ടാവുക. മാത്രമല്ല, ഇങ്ങനെയുള്ള സനദിലെ ഓരോ കണ്ണികളുടെയും വ്യക്തിവിവരങ്ങളാണ് അസ്മാഉർ റിജാൽ എന്ന വിജ്ഞാനശാഖയായി വളർന്നത്. ഹദീസുകളെ സ്വീകരിക്കാനോ പ്രചരിപ്പിക്കാനോ യോഗ്യത നേടിയവരാണോ അവരെന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു ഉദ്യമം. അത്തറാജിം, അത്തബഖാത്ത് എന്നീ പേരുകളിലാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത്.